എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ ദുഃഖങ്ങളേറ്റെടുക്കും, എൻ്റെ ഭാരങ്ങൾ ലഘുവാക്കിടും. എൻ്റെ കണ്ണീരു കണ്ടാലോടിയെത്തും, തൻ്റെ മാറോടു ചേർത്തെന്നെയുറക്കും. പ്രിയ സ്നേഹിതനെന്നേശുനാഥൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ, ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ, ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്നൊരജപാലകൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാക്ക് ഇൻ ഹാർമണി, ഏകതാനതയിൽ നടക്കുക, സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ നടക്കുക, സാമഞ്ജസ്യത്തിൽ നടക്കുക, ചേർച്ചയിൽ നടക്കുക, സ്നേഹത്തിൻ്റെ ചേർച്ചയിൽ നടക്കുക. ദൈവത്തോട് നടക്കണമെങ്കിൽ കുടുംബത്തിൽ സ്നേഹത്തിൽ നടക്കണം. കുടുംബം ഹാർമണിയുള്ളതായിരിക്കണം. അങ്ങനെയുള്ള കുടുംബം കൊച്ചു സ്വർഗമാകുമെന്നാണ് നാം ചിന്തിച്ചു വന്നത്. കുടുംബം ഹാർമണിയുള്ള കുടുംബം, സ്നേഹത്തിൻ്റെ ഹാർമണി, സ്നേഹത്താൽ ഇഴുകിച്ചേർന്ന ഭാര്യാഭർത്താക്കന്മാർ, സ്നേഹത്താൽ ഒന്നിച്ചു ചേർന്ന മാതാപിതാക്കളും മക്കളും, സ്നേഹത്താൽ ചേർച്ച വന്ന സഹോദരീ സഹോദരന്മാർ. സ്നേഹമാണ് സൗഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താവിനെ അനുസരിക്കണമെന്നും ഭർത്താവിന് കീഴ്പ്പെടണമെന്നും ഭർത്താവിന് ഭയപ്പെടണമെന്നും കഴിഞ്ഞ പ്രസംഗത്തിൽ നാം കേട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ആ സ്നേഹത്തിൻ്റെ ഐക്യം വരുവാൻ ഭർത്താവ് എന്ത് ചെയ്യണം? എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം നമുക്ക് വായിക്കാം. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ മറന്ന് സഭയെ സ്നേഹിച്ചു. തൻ്റെ സ്വന്തം ജീവൻ വെടിഞ്ഞ് സഭയെ സ്നേഹിച്ചു യേശുക്രിസ്തു. യേശുക്രിസ്തു സ്വന്തം രക്തം ചിന്തി സഭയെ സ്നേഹിച്ചു. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. ഭാര്യമാരെ സ്നേഹിപ്പീൻ. എന്നെ തന്നെയും മറന്ന് സ്നേഹിക്കുന്നത് പോലെ ഭാര്യയെ സ്നേഹിക്കുക. ഭാര്യയെ വിലപ്പെട്ടവളായി കാണുക. ഭാര്യയെ ഒരു വേലക്കാരിയെപ്പോലെ കാണരുത്, അടിമയെപ്പോലെ കാണരുത്. ഞാൻ പറയുന്നതെല്ലാം കണ്ണടച്ച് അനുസരിച്ചു കൊള്ളണം, അങ്ങനെയുള്ളൊരു പാവയാണ് ഭാര്യ എന്ന് ചിന്തിക്കരുത്. അവൾ എന്നോടൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവൾ, ആശയ മഹിമയുള്ളവൾ, അവൾക്ക് എന്നോടൊപ്പം ചിന്തിക്കാൻ കഴിവുള്ളവൾ. എന്നേക്കാൾ ഒരു പടി പോലും താണി ഞാൻ കാണരുത്. ഭാര്യയെ ഏറ്റവും കൂടുതലായി സ്നേഹിപ്പാൻ നിനക്ക് കഴിഞ്ഞിരിക്കുക. എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കുക. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി
വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്നെത്താൻ ക്രിസ്തു സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ക്രിസ്തു സഭയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അടുത്ത വാക്യം. ഔവണ്ണം ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെപ്പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ ഭാര്യമാരെ സ്നേഹിക്കുക. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്ന പോലെ ഭാര്യയെ സ്നേഹിക്കുക. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. കാരണം ഭാര്യ എന്നെപ്പോലെ തന്നെയാണ്. ഭാര്യ ജീവിത പങ്കാളിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ബെറ്റർ ഹാഫ് എന്നാണ്. രണ്ട് പകുതിയാക്കിയാൽ ബെറ്റർ ഹാഫാണ് ഭാര്യയ്ക്ക് ഭർത്താവ്, ബെറ്റർ ഹാഫാണ് ഭർത്താവിന് ഭാര്യ. ബെറ്റർ ഹാഫ് നേർ പകുതിയാക്കി കഴിഞ്ഞാൽ അതിൽ ബെറ്റർ ഹാഫാണ് ഭാര്യയ്ക്ക് ഭർത്താവ്, ബെറ്റർ ഹാഫാണ് ഭർത്താവിന് ഭാര്യ. അങ്ങനെ ഏറ്റവും അധികമായി സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും സ്വന്തം പകച്ചിട്ടില്ലല്ലോ. ശരീരത്തെ ആരും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകത്തെ ചെയ്യുന്നത്. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോടെ പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് ഈ പറഞ്ഞത്? ഭർത്താവാകട്ടെ ഭാര്യയാകട്ടെ സ്വന്തം മാതാപിതാക്കളെ വെറുക്കണമെന്നല്ല, സ്വന്തം മാതാപിതാക്കളെ നോക്കണ്ട എന്നല്ല, സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കണ്ട എന്നല്ല. പക്ഷേ മാതാപിതാക്കളും മക്കളും നമ്മളെ ബന്ധമല്ല ഭാര്യയും ഭർത്താവും തമ്മിൽ. അവർ ഒരു ശരീരമായി തീരും. അവർ സന്തോഷമായി കഴിയുന്നത്, അവർ ചിരിച്ച് സന്തോഷിച്ച് കഴിയുന്നത് അത് മാതാപിതാക്കൾക്ക് ആനന്ദമായിരിക്കും. അനേകം കുടുംബങ്ങൾ തകരുന്ന എപ്പോഴാണ്? മോൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന മോളും പരസ്പരം സ്നേഹമായിട്ടൊന്ന് മിണ്ടുന്നതോ ചിരിക്കുന്നതോ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതോ പല അമ്മമാർക്കും ഇഷ്ടമല്ല. അവിടെയാണ് അമ്മായിയമ്മ പോര് തുടങ്ങുന്നത്. അമ്മമാർ ധരിക്കുന്നത് ഇത്രയും കാലം എൻ്റെ മോൻ എൻ്റെ കസ്റ്റഡിയിലായിരുന്നു, ഞാൻ അവന് ആഹാരം കൊടുത്തു, ഞാൻ ചോറ് കൊടുത്തു, അവന് കാപ്പി കൊടുത്തു, ചായ കൊടുത്തു, അവൻ്റെ കാര്യം ഞാൻ നോക്കി. ഇപ്പോൾ താണ്ടെ അവൻ്റെ കാര്യം നോക്കാൻ വേറെ സ്ത്രീ വന്നിരിക്കുന്നു. എൻ്റെ സ്ഥാനം, എൻ്റെ കഴിവ്, എൻ്റെ പൊസിഷൻ അവൾ അപഹരിച്ചു കൊണ്ടുപോയി, മോൻ്റെ ഭാര്യ അപഹരിച്ചു എന്ന് ചിന്തിച്ച് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന മോളെ അമ്മായിയമ്മ ഒരു ശത്രുവിനെ പോലെ കാണുന്നു. അത് മഹാപാപമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ഈ സഹോദരിമാർക്ക് പലർക്കും മനസ്സിലാകുമായിരിക്കും. പല കുടുംബങ്ങളും എരിവരിക്കൊള്ളുകയാണ്, തീ തിന്നുകയാണ്. അമ്മായിയമ്മ പോരുകൊണ്ട് വലയുന്ന കുടുംബങ്ങൾ സ്വസ്ഥത നശിക്കുന്നു. മോന് അമ്മയോട് മറുത്തു പറയാൻ ഒക്കുകയില്ല, മോന് സ്വന്തം ഭാര്യയോടും മറുത്തു പറയാൻ ഒക്കുകയില്ല. അമ്മയുടെയും ഭാര്യയുടെയും ഇടയ്ക്ക് കിടന്ന് തിങ്ങുന്ന മകൻ, അവൻ്റെ ഹൃദയത്തിന് ടെൻഷൻ. പ്രിയപ്പെട്ടവരെ, പല കുടുംബങ്ങളും ഇന്ന് യാതനയിലും വേദനയിലുമാണ്. ഐക്യത്തിൻ്റെ ദാർഢ്യമില്ല, സ്നേഹത്തിൻ്റെ ബന്ധമില്ല. സ്നേഹമല്ല അവരെ നിയന്ത്രിക്കുന്നത്, ഭരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ അവിടെ പറയുന്നത്? മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ദേഹമായി തീരും. അനേകം കാര്യങ്ങൾ ഭാര്യയോട് തുറന്ന് പറയുന്നത് അമ്മയ്ക്ക് വിട്ട് ഇഷ്ടമാവുകയില്ല. ചില വീടുകളിൽ അപ്പനും ഇഷ്ടമാവുകയില്ല. അവർ സ്വതന്ത്രമായി ജീവിക്കട്ടെ, അവർ സന്തോഷമായി കഴിയട്ടെ, അവർ ആനന്ദിക്കട്ടെ. അവരുടെ ജീവിതം പുഷ്ടിപ്പെടുന്നത് അതല്ലേ അപ്പൻ്റെ അമ്മയുടെ ആനന്ദം. അവരുടെ ജീവിതം സമാധാനമായി കഴിയുന്നതല്ലേ മാതാപിതാക്കളുടെ ആനന്ദം. അങ്ങനെ വരണം. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള കുടുംബങ്ങളുള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മകനും ഭാര്യയും അല്ല, മോളും ഭർത്താവും അവരെ ഒരുമിച്ച് സന്തോഷമായി കഴിയുന്നത്. പലപ്പോഴും വിവാഹം കഴിഞ്ഞതിന് ശേഷവും ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ അനുവാദം ചോദിക്കുന്ന മക്കളുണ്ട്. ചോദിക്കേണ്ട എന്നല്ല. ഭാര്യ അവഗണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ അവഗണിക്കും. അമ്മ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അപ്പൻ ഏതെങ്കിലും കാര്യം പറഞ്ഞാൽ സ്വന്തം ഭാര്യയെപ്പോലും അവഗണിച്ചിട്ട് അപ്പൻ്റെ അമ്മയുടെയും ഹിതം നിവർത്തിക്കാൻ പോകും. അവരുടെ ഹിതം നിവർത്തിക്കേണ്ട എന്നല്ല, തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. കുടുംബം ഐശ്വര്യമാകണമെങ്കിൽ ഭാര്യയുടെ സ്ഥാനത്ത് ഭാര്യയും ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഭർത്താവും അവരൊന്നായി നിൽക്കുക. മാതാപിതാക്കളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. അവരെ കരുതണം, വേണ്ട എന്നല്ല.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവകത്ത് വന്നാൽ അതെല്ലാം ശരിയായി നടക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? കർത്താവിൻ്റെ ആത്മാവകത്ത് വന്നാൽ എല്ലാം വേണ്ടതുപോലെ നടക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിച്ചാൽ കുടുംബം ഐശ്വര്യമായി തീരും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു. 19-ാം വാക്യം വായിക്കാം. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കുകയും അരുത്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്, അവരോട് നീരസപ്പെട്ടിരിക്കരുത്. ഒരു കുടുംബമാണ്, ഭാര്യയും ഭർത്താവുമാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നു എന്ന് വരാം. പക്ഷേ അത് മക്കളറിയാതെ, മാതാപിതാക്കളറിയാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ അപ്പോൾ തന്നെ ആ കാര്യം ആ കാര്യം പറഞ്ഞ് തീർത്തിരിക്കണം. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത്, പിന്നെ ആകട്ടെ എന്ന് വയ്ക്കരുത്. സ്ഥായിയായ വഴക്കുണ്ടാകണമെന്നില്ല. പലപ്പോഴും സ്ഥിരമായി നിൽക്കുന്നതായ വഴക്കോ പിണക്കമോ ഇല്ലായിരിക്കും. ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ അത് അവിടെ തന്നെ തീരണം. അവിടെ ഒരാൾക്ക് വിനയപ്പെടണം. അവിടെ തർക്കിച്ച് നിൽക്കരുത്, വാഗ്വാദം ചെയ്ത് നിൽക്കരുത്, കടുംപിടുത്തം പാടില്ല, ദുശാഠ്യം പാടില്ല, മർക്കടമുഷ്ടി പാടില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ പറഞ്ഞത്? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പത്രോസിക പറയുന്നുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ബഹുമാനം കൊടുപ്പീൻ. അവളെ തരം താഴ്ത്തി കാണരുത്, അവളെ വില കുറച്ച് കാണരുത്, അവളെ തുച്ഛീകരിക്കരുത്. അവളെ ഒരിക്കലും നിന്നേക്കാൾ എളിയവളായിട്ടോ കുറഞ്ഞവളായിട്ടോ കാണരുത്. അവൾ കൊണ്ടുവന്ന സ്ത്രീധനം പോരായി നിനക്ക് തോന്നരുത്. അവൾക്ക് നിൻ്റെ അത്ര സൗന്ദര്യമില്ലെന്നോ അത്ര വിദ്യാഭ്യാസമില്ലെന്നോ തോന്നരുത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? ദൈവത്തിന് സ്തോത്രം. കുടുംബം സമാധാനമാകണമെങ്കിൽ ഭാര്യയെ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ബഹുമാനിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് കർത്താവിൻ്റെ വചനം? അങ്ങനെയാണ് പറയുന്നത്. സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ, അവരെ ആദരിപ്പീൻ. നമ്മൾ ബഹുമാനിക്കുന്ന ആൾ തല്ലുമോ? സ്നേഹിതരെ, ഈ വാക്കുകളെ കേൾക്കുന്ന ആരും ഇനി മേലിൽ സ്വന്തം ഭാര്യയെ ഒരിക്കലും പ്രഹരിക്കരുത്, ഒരിക്കലും തല്ലരുത്, ഒരിക്കലും നോവിക്കരുത്, ഹൃദയത്തിൽ നോവിക്കരുത്, മുള്ളുവാക്കുകൾ പറയരുത്, കുത്തുവാക്കുകൾ പറയരുത്. ഭാര്യയുടെ സ്വന്തപ്പെട്ടവരെ തരം താഴ്ത്തി കാണരുത്. ഭാര്യയുടെ അപ്പനെയോ അമ്മയെയോ അല്ലെങ്കിൽ ഭാര്യയുടെ സഹോദരനെയോ സഹോദരിയെയോ തരം താഴ്ത്തി കാണരുത്. എല്ലാവരെയും ആദരിക്കുക. ഭാര്യ എൻ്റെ അത്രയും കഴിവില്ലാത്തവളാണെന്ന് തോന്നിപ്പോകരുത്. ഭാര്യയെ നിങ്ങൾ ആദരിക്കുക, ബഹുമാനിക്കുക. കുടുംബം ഐശ്വര്യമാകും. ദൈവത്തിന് സ്തോത്രം. എല്ലാം ഒരു സന്തുലിതാവസ്ഥയിൽ മനോഹരമായി കൊണ്ടുപോകാൻ സാധിക്കും. ബാലൻസ്ഡായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എപ്പോഴാണ് സാധിക്കുന്നത്? കർത്താവായ യേശു അകത്ത് വരുമ്പോൾ, യേശു ക്രിസ്തു അകത്ത് വരുമ്പോൾ, ക്രിസ്തു അകത്ത് വാഴുന്ന കുടുംബങ്ങളിൽ എന്തൊരു സമാധാനമായിരിക്കും, എന്തൊരു ഐക്യമായിരിക്കും, എന്തൊരു സ്നേഹമായിരിക്കും. അവിടെ വിട്ടുവീഴ്ച മനോഭാവമുണ്ട്. ഒരാളുടെ തെറ്റ് മറ്റേയാൾക്ക് തെറ്റായി തോന്നുകയില്ല, അത് തെറ്റായി പരിഗണിക്കുകയില്ല. ഒരാളുടെ കുറവ് മറ്റൊരാൾക്ക് കുറവായി തോന്നുകയില്ല. പരസ്പരമുള്ള കൂറിണക്കം. ദൈവത്തിന് സ്തോത്രം. ഹാർമണി എന്ന് പറയുന്നതാണ് പരസ്പരമുള്ള കൂറിണക്കം. ആ കൂറിണക്കം നമ്മുടെ കുടുംബങ്ങളിൽ പുലരട്ടെ. നാം വലിയ പ്രസംഗങ്ങളും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേദപുസ്തക വാക്യങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയും. പഠിച്ചോളൂ. എന്നാൽ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ശോഭനമായി ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ഐക്യത്തിലും സ്നേഹത്തിലും ഹാർമണിയിലും ജീവിക്കാൻ പഠിക്കുക. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. എന്തൊരു ഭാഗ്യമാണത്! എന്തൊരു അത്ഭുതകരമായ അനുഭവമാണത്! ദൈവത്തിന് സ്തോത്രം. ഞാൻ എളിമയോടെന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഞാനും കുടുംബജീവിതമുള്ള മനുഷ്യനല്ലേ. എനിക്കുണ്ട് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പലർക്കും അറിയാമല്ലോ, ഞാനും ആലീസും ഒരു ഹൃദയമാണ്, ഞങ്ങൾ ഒരു മനസ്സാണ്. ഒരിക്കലും ഭിന്നതയുണ്ടാവുകയില്ല. ഭിന്നത ഉണ്ടാകത്തക്കവണ്ണം എന്നോട് പെരുമാറുകയില്ല, ഞാൻ പെരുമാറുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്.
എൻ്റെ മക്കൾ അവർ കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ, മൂത്ത മക്കൾ രണ്ടുപേരും കൊച്ചുകുട്ടികളായിരുന്നപ്പോൾ അവരോട് പറയാറുണ്ട്, ഞങ്ങൾക്കൊരു കുസൃതി കാണിക്കാൻ പോലും സാധിക്കുന്നില്ല. ചാച്ചനും മമ്മിയും ഒന്നല്ലേ? അവർ പറയാറുണ്ട്, ഒരു കുസൃതി കാണിക്കാൻ പോലും ഒക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, മക്കൾ നന്നായി വരും. മക്കൾ ഈ പാഠം പഠിച്ചു പോകണം. ഈ മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ പാഠം മക്കൾ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. അവിടെ കോപിച്ചുള്ള അട്ടഹാസങ്ങൾ പാടില്ല, അവിടെ ഗർജനങ്ങൾ പാടില്ല, അവിടെ നീരസത്തിൻ്റെ കയ്പുള്ള വാക്കുകൾ പാടില്ല, അവിടെ മധുരാർദ്രമായ സ്വരങ്ങൾ മാത്രം. ദൈവത്തിന് സ്തോത്രം. ആ വീട്ടിൽ പൊട്ടിച്ചിരികളുണ്ടാകും, ആ വീട്ടിൽ സന്തോഷ വാക്കുകളുണ്ടാകും. അവിടെ സ്നേഹം നിറഞ്ഞ ഊഷ്മളമായ അന്തരീക്ഷം എപ്പോഴും പുലർന്നുകൊണ്ടിരിക്കും. സ്നേഹത്തിൻ്റെ ഊഷ്മളതയുള്ള അന്തരീക്ഷം അവിടെ പുലർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇത് സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ, സ്നേഹിത നിൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ, ആ ഐക്യദാർഢ്യത്തിൽ കൂർണക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. ഇന്ന് ഒരു പുതിയ തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വന്ന് എൻ്റെ കുടുംബത്തെ കൂർണക്കമുള്ള ഒരു ഭവനമാക്കി മാറ്റണമേ. കുടുംബം അത് കൂടുമ്പോൾ ഇമ്പമായി തീരുന്നൊരനുഭവം വരണം. കുടുംബം ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമാണ്. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൂടുന്ന സന്തോഷമാണ്. അവിടെ അല്പം പോലും അകൽച്ചയില്ല, ഉള്ളിൽ അകൽച്ചയില്ല. പുറമേ സ്നേഹം ഭാവിക്കുന്നതല്ല, ഉള്ളിൽ അകൽച്ച പാടില്ല. പുറമേ ഭംഗിയായിട്ട് അഭിനയിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിഥികൾ വരുമ്പോൾ രണ്ടുപേരും വലിയ സ്നേഹം, ഭർത്താവും ഭാര്യയും വലിയ സ്നേഹം, ഒരുമിച്ച് വലിയ കാര്യമായിട്ട് സംസാരിക്കും. അതിഥികൾ പോയി കഴിയുമ്പോൾ വീട്ടിൽ പിന്നെയും വഴക്ക്. അതല്ല, നേരെ മറിച്ച് എപ്പോഴും, എന്നും, ഏത് നിമിഷത്തിലും എപ്പോഴും ഐക്യത്തിൻ്റെ ദാർഢ്യം പുലർത്താൻ സാധിക്കുക. എന്തൊരു ഭാഗ്യമാണത് പ്രിയപ്പെട്ടവരെ. നിങ്ങളത് ആഗ്രഹത്തോടും കൊതിയോടും ആർത്തിയോടും കൂടെ കർത്താവിനോട് ചോദിച്ചു വാങ്ങണം. കർത്താവേ, എൻ്റെ കുടുംബത്തിൽ ഐക്യത്തിന് തടസ്സമായി എൻ്റെ ഒരു ഇഗോ നിൽക്കുന്നു, എൻ്റെ ഒരു സ്വയം നിൽക്കുന്നു, എൻ്റെ ഒരു ഞാൻ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഐക്യമില്ലാതെ പോകുന്നത്. ഐക്യം നഷ്ടപ്പെടാൻ കാരണം എൻ്റെ ഇഗോയാണ്, എൻ്റെ സ്വയമാണ്. എനിക്കൊരു ഞാനുണ്ട്, എൻ്റെ അകത്തൊരു അഹമുണ്ട്, എൻ്റെ അകത്തൊരു അഹങ്കാരമുണ്ട്. ഞാനാണ് വലിയതെന്നുള്ള ചിന്തയുണ്ട്, എന്നെ അനുസരിച്ച് കൊള്ളണമെന്നുള്ള ചിന്തയുണ്ട്, എനിക്ക് കീഴ്പ്പെട്ട് കൊള്ളണമെന്നുള്ള ചിന്തയുണ്ട്, എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്നുള്ള ചിന്തയുണ്ട്. അതാണ് കർത്താവേ എൻ്റെ പാപം. അത് മഹാപാപമാണ്. ഞാൻ എന്നെ തന്നെ ഞാൻ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തില്ല എന്നുള്ളത് അത് മഹാപാപമാണ്. ഞാൻ ക്രൂശിക്കപ്പെട്ടാൻ എന്നെ തന്നെ ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് എന്നെ അർപ്പണം ചെയ്തിരിക്കുന്നു. ഈ ഒരു തീരുമാനം നിങ്ങൾക്ക് വരുമ്പോൾ, ഈ ഒരു സമർപ്പണം നിങ്ങൾക്ക് വരുമ്പോൾ കുടുംബം സ്വർഗമായി മാറും. ദൈവത്തിന് സ്തോത്രം. ഇവിടം കൊണ്ട് തീർന്നില്ല. ഈ ഹാർമണി എന്ന് പറയുന്നത് അത് ഭാര്യയും ഭർത്താവും മാത്രമല്ല, നമുക്ക് വേറെയും വായിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. വായിക്കാം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. ന്യായമായൊരു കാര്യം പറഞ്ഞു തരാമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പീൻ. മക്കൾ, അപ്പനൊരു പക്ഷേ വിദ്യാഭ്യാസം കുറഞ്ഞവനാണെങ്കിലും, അപ്പനൊരു പക്ഷേ കഴിവ് കുറഞ്ഞവനാണെങ്കിലും, അപ്പനൊരു പക്ഷേ പ്രാപ്തി കുറഞ്ഞവനാണെങ്കിലും, അപ്പനൊരു പക്ഷേ പല തെറ്റുകളും വന്ന് രൂപ നഷ്ടപ്പെടുത്തിയ ആളാണെങ്കിലും, മക്കളെ, നിങ്ങളപ്പൻ്റെ കുറ്റം കാണരുത്. നിങ്ങളപ്പനെ അനുസരിക്കണം. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കന്മാരെ, അമ്മയപ്പന്മാരെ കർത്താവിലനുസരിപ്പീൻ. അത് ന്യായമല്ലോ. ന്യായമായ കാര്യം അപ്പോസ്തലൻ പറഞ്ഞു തരികയാണ്. അതിൻ്റെ ഗുണം എന്താണ്? വാഗ്ദത്തം കിട്ടും. ഒരു വാഗ്ദത്തം തരികയാണ്. എന്താണ്? നിനക്ക് നന്മയുണ്ടാവുക. മാതാപിതാക്കളെ അനുസരിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും. നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും. നീ ഭൂമിയിൽ ദീർഘായുസോടിരിക്കും. നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യകൽപ്പനയാകുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യകൽപ്പനയാകുന്നു. വാഗ്ദത്തമുണ്ട്. നിനക്ക് നന്മയുണ്ടാകാൻ, നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിച്ചു കൊള്ളുക. അതൊരു വാഗ്ദത്തവും കൂടിയാണ്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളെ അനുസരിക്കുക, ബഹുമാനിക്കുക, കീഴ്പ്പെടുക. ദൈവത്തിന് സ്തോത്രം. കൊലോസ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ ഇത് തന്നെ അപ്പോസ്തലൻ പിന്നെയും പറയുന്നുണ്ട്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. 3-ാം അധ്യായം 20-ാം വാക്യം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലോ. വിശേഷിച്ചും കർത്താവിന് ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമാകുന്നു. ദൈവത്തിൻ്റെ മക്കളിൽ ഇത് വിശേഷിച്ചും കാണേണ്ടതാണ്. മാതാപിതാക്കളെ പൂർണ്ണമായി കീഴ്പ്പെട്ട് അനുസരിക്കുക. എന്നാൽ മാതാപിതാക്കളോ അവരെന്താണ് ചെയ്യേണ്ടത്? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന്
അവരെ കോപിപ്പിക്കരുത്. വെറുതെ ആവശ്യമില്ലാതെ അവരെ കോപിപ്പിക്കരുത്, പ്രകോപിപ്പിക്കരുത്, അവരെ കോപിപ്പിക്കരുത്, അവരെ വെറുതെ വഴക്ക് പറയരുത്, എന്തിനും അവരെ അടിച്ചമർത്തരുത്. മക്കളെയും നിങ്ങൾ ആദരിക്കണം. അവർ മക്കളാണെങ്കിൽ പോലും അവരുടെ നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണം. മക്കളുടെ അഭിപ്രായം ചോദിക്കണം. കുടുംബമല്ലേ, ഒത്തൊരുമിച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിലൊരു പ്രശ്നം വന്നു, ഒരാവശ്യം വന്നു, എല്ലാവരോടും യോജിച്ചാണ് അത് ഏറ്റെടുക്കേണ്ടത്. അത് അപ്പൻ നോക്കട്ടെ, അല്ല അമ്മ നോക്കട്ടെ, അല്ല മക്കൾ നോക്കട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പീട്ടും പൈശൂന്യവും പാടില്ല. പ്രിയപ്പെട്ടവരെ, എന്താ പറഞ്ഞത്? പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. മോൻ പരീക്ഷയിൽ മാർക്ക് കുറച്ച് കുറഞ്ഞുപോയി, അവൾക്ക് വേണ്ടതുപോലെ പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല, മാർക്ക് കുറഞ്ഞുപോയി. പരീക്ഷയുടെ റിസൾട്ട് അറിഞ്ഞ് വരുമ്പോൾ അപ്പൻ കോപിക്കരുത്, അമ്മയും കോപിക്കരുത്, അവർ നിരാശപ്പെടരുത്. ആ കുട്ടി, മോനാകട്ടെ മോളാകട്ടെ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ പറയണം, മോളെ സാരമില്ല, അടുത്ത പ്രാവശ്യം നേടിയെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഒട്ടും വിഷമിക്കേണ്ട. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് വരുന്ന കുട്ടിയെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഈ പ്രാവശ്യം തോറ്റുവെങ്കിൽ സാരമില്ലെന്നേ, നീ പേടിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം, പറഞ്ഞു കൊടുക്കണം. മക്കൾക്കത് പ്രോത്സാഹനമാണ്. നേരെ മറിച്ച് അവരെ നിരാശപ്പെടുത്തുമാറ് വഴക്ക് പറയുക, ശണ്ടയിടുക, തല്ലുക ഒരിക്കലും ചെയ്തു പോകരുത്. പാവം അവർ പഠിച്ചിട്ട് അപ്പോൾ ഓർക്കാൻ പറ്റിയില്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണവശാൽ വേണ്ടതുപോലെ പരീക്ഷയിൽ പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വന്നേക്കാം. സാരമില്ല, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. മക്കളെ അധൈര്യപ്പെടുത്തരുത്, അവരെ തരം താഴ്ത്തി കാണരുത്. ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി, മിണ്ടണ്ട എന്ന് പറയരുത്, അങ്ങനെ ചിന്തിക്കരുത്. ഒന്നും ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാൽ മതി എന്ന് അപ്പനും അമ്മയും മക്കളെക്കുറിച്ച് ചിന്തിക്കരുത്. എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. നിങ്ങളുടെ മക്കളെ ഇവർ കോപിപ്പിക്കരുത്, എന്നാൽ നേരെ മറിച്ച് കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. തെറ്റ് ചെയ്താൽ ശകാരിക്കണ്ട എന്നല്ല, തെറ്റ് ചെയ്താൽ ശാസിക്കണ്ട എന്നല്ല, തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണ്ട എന്നല്ല. സ്നേഹത്തിൻ്റെ ശിക്ഷകളാകാം. നിങ്ങളുടെ കോപം തീർക്കാനുള്ള ശിക്ഷകളല്ല, നിങ്ങളുടെ വാശിയും വൈരാഗ്യം തീർക്കാനുള്ള ശിക്ഷകളല്ല. നിങ്ങൾ സ്നേഹത്തോടെ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, ഒരു കുട്ടിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആരാണ്? മാതാപിതാക്കളാണ്. ദൈവതമ്പുരാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒരു കുട്ടിയെ സ്നേഹിക്കുന്നത് മാതാപിതാക്കളാണ്, സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായി അവർ നിങ്ങളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മക്കൾ കാണണം, അതായിരിക്കണം മാതാപിതാക്കളും കാണുന്നത്. സ്നേഹത്തിൽ നിന്നായിരിക്കണം ശിക്ഷകൾ, സ്നേഹത്തിൽ നിന്നായിരിക്കണം ശാസനകൾ. പഥ്യോപദേശം കൊടുക്കണം, പ്രിയങ്കരമായ ഉപദേശങ്ങൾ കൊടുക്കണം, പഥ്യോപദേശത്തിൽ വളർത്തണം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? കുടുംബം സ്വർഗമായി തീരും. ദാസന്മാരും യജമാന്മാരും തമ്മിലുള്ള ബന്ധം, ആ ഹാർമണിക്ക് ആവശ്യമാണ്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഇത്രയും കേട്ടല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ കുടുംബം മാതൃകാ കുടുംബമാണോ? നിങ്ങളുടെ കുടുംബം ഒരു മാതൃകാ ഭവനമാണോ? മാതൃകാ കുടുംബജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഹാർമണി ഉണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഏകാഭിപ്രായം വരുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹം പുലരുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെപ്പോലെ തന്നെ കരുതുന്നുണ്ടോ? ഭാര്യയെ ബഹുമാനിക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ കരുതണം, ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് വേണ്ടത്? മാതൃകാ കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? യേശു അകത്തേക്ക് വരണം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ, ഇത്രയും കാലം മാതൃകാ കുടുംബജീവിതമായിരുന്നില്ല. ഞാൻ പ്രസംഗിച്ചു, ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു, ഞാൻ ശുശ്രൂഷ ചെയ്തു, ഞാൻ പല നല്ല കാര്യങ്ങൾ ചെയ്തു, പല സാധീന സേവന പ്രവർത്തികൾ ചെയ്തു. പക്ഷേ മാതൃകാ കുടുംബജീവിതമായിരുന്നില്ല. പുറമേ ഞാൻ മാലാഖയെ പോലെ കാണപ്പെട്ടു, പുറമേ ഞാൻ പള്ളിയിൽ മാലാഖയെ പോലെ പെരുമാറി, പുറമേ ഞാൻ കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, പുറമേ ഞാൻ പള്ളിക്ക് കാണിക്കിടുകയും ആത്മീയമായ കാര്യങ്ങൾ ശുഷ്കാന്തി കാണിക്കുകയും സുവിശേഷ വേലയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പക്ഷേ കർത്താവേ, എൻ്റെ കുടുംബം നരകമായിരുന്നു.
എൻ്റെ കുടുംബം നരകമായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഐക്യമുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിൽ സ്നേഹമുണ്ടായിരുന്നില്ല. എൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ ഞാനൊരു പിശാചായിരുന്നു. ഞാൻ പള്ളിയിൽ മാലാഖ, കുടുംബത്തിൽ പിശാച്. കണ്ടുപിടിക്കുമോ സ്നേഹിതരെ? നിങ്ങൾ കണ്ടുപിടിക്കുമോ? ഇന്ന് മുതൽ നിങ്ങളുടെ പുതിയ ജീവിതം തുടങ്ങൂ. അതിനെന്താണ് വേണ്ടത്? യേശുവിനെ അകത്തേക്ക് വിളിക്കൂ, യേശുവിനെ ക്ഷണിക്കൂ, യേശുവിനെ ഹൃദയത്തിലേക്ക് വിളിച്ച് ഹൃദയ സിംഹാസനത്തിൽ ഇരുത്തൂ. യേശുവേ, നീ കുരിശിൽ കിടന്ന് പിടയുന്നല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ കുടുംബജീവിതത്തിൽ മാതൃകയില്ലാത്തത് കൊണ്ട് നീ കുരിശിൽ കിടന്ന് പിടയുന്നല്ലോ. എൻ്റെ നാഥ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയെ ഞാൻ തരം താഴ്ത്തി കണ്ടതുകൊണ്ട് നീ കുരിശിൽ കിടന്ന് പിടയുന്നല്ലോ. എൻ്റെ യേശുവേ, എൻ്റെ ഭർത്താവിന് ഞാൻ വിനയപ്പെടാതിരുന്നത് കൊണ്ട് നീ കുരിശിൽ കിടന്ന് പിടയുന്നല്ലോ. എൻ്റെ ശരീരം എൻ്റെ ഭാര്യയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായി ഈ ശരീരം അന്യജടത്തിലേക്ക് മോഹത്തോടെ പോയതുകൊണ്ട് യേശുവേ, നീ കുരിശിൽ കിടന്ന് പിടയുന്നല്ലോ. എൻ്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതായി ഈ ശരീരം അന്യപുരുഷൻ്റെ മുമ്പിൽ കാഴ്ചവെച്ചതുകൊണ്ട് യേശുവേ, നീ കുരിശിൽ കിടന്ന് പിടയുന്നല്ലോ. എൻ്റെ നാഥ, വിശുദ്ധിയുടെ പ്രതീകമായി ഇന്നു മുതൽ ജീവിപ്പാൻ ഞാനിതാ തീരുമാനിക്കുന്നു. വിശുദ്ധിയുടെ ഒരടയാളമായി ഭൂമിയിൽ ജീവിപ്പാൻ ഞാനിതാ തീരുമാനിക്കുന്നു. അതിനായി യേശുവേ, നീ കുരിശിൽ കിടന്ന് പിടയുന്ന ഈ സമയത്ത് ഞാൻ നിന്നോട് കെഞ്ചി യാചിക്കുന്നു. നാഥ, നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായി വാഴണമേ. കുരിശിൽ കിടന്ന് പിടയുന്ന യേശുവേ, നീ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വാഴണമേ. എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. എന്നെ നീ ഭരിക്കണമേ. എന്നെ നീ നിയന്ത്രിക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. ഒരു സൗഭാഗ്യ കുടുംബജീവിതം, മാതൃകാ കുടുംബജീവിതം നയിപ്പാൻ ഭാഗ്യം എനിക്ക് തരണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, നിങ്ങൾ ദൈവത്തോട് അപേക്ഷിപ്പീൻ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരട്ടെ. ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. സ്വർഗീയ ശക്തി നിങ്ങളുടെ മേൽ വാഴട്ടെ. യേശുവിൻ്റെ ആത്മാവിൻ്റെ തീജ്വാല നിങ്ങളുടെ ശരീരങ്ങളിലൂടെ ഒഴുകട്ടെ. ആത്മശരീര ദേഹങ്ങൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും, ആത്മശരീര ദേഹികൾ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും യേശുവിന് സമർപ്പിച്ചവരായി, യേശുവിന് മഹത്വം കരയറ്റുന്നവരായി, പുതിയ ജീവിതം നയിക്കുന്നവരായി തീരട്ടെ. സ്വർഗം നിങ്ങളുടെ മേൽ കനിയട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കുടുംബജീവിതം മാതൃകാപരമാക്കുവാൻ നിങ്ങളെ വിളിക്കുകയും ഞങ്ങളെ ആഹ്വാനം ചെയ്യുകയും ചെയ്തതിനായി സ്തോത്രം. ഏവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. സൗഭാഗ്യകരമായ കുടുംബജീവിതം നയിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.